പുറത്തു പോ. കോച്ചിനാട് എന്ന് പറയുന്നത് എന്റെ വിളക്ക് എന്ത് തൊഴാണ്ട് കൂപ്പണം ചെയ് കുറച്ച് നേരം നിന്ന് ശരി പുറത്തു കുടുംബഭവനാണ്. ഈ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ ചമയ വിളക്കെടുക്കുന്ന ആചാരത്തിനിടയിൽ നടന്ന ഒന്ന് രണ്ട് സംഭവ വികാസങ്ങളാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ അല്ലെ? അറിയാത്തവർക്ക് വേണ്ടി അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞതിന് ശേഷം ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ചമയ വിളക്കെടുക്കുന്നത് സ്ത്രീവേഷം കെട്ടിയ പുരുഷന്മാരാണ്. ഇത് തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകളാണ് വിളക്കെടുക്കാറുള്ളത്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് പുരുഷന്മാർ വിളക്കെടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ പലവിധ ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. ഏറ്റവും പ്രബലമായ ഒരു ഐതിഹ്യത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പണ്ടൊരു കൊടും കാടായിരുന്നു. അങ്ങനെ ഒരു ദിവസം കുറച്ച് ആൺകുട്ടികൾ ആ കാട്ടിലൂടെ ആടി മേയിച്ചു പോവുകയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവർക്ക് വയൽ വെച്ച് ഒരു തേങ്ങ വീണ് കിട്ടി. ഇവർ ഈ തേങ്ങ എടുത്തിട്ട് എന്താക്കി അടുത്ത കണ്ടൊരു കല്ലിൽ കൊണ്ടുപോയി പൊട്ടിച്ചു. അപ്പൊ ആ തേങ്ങയിൽ നിന്നും രക്തം ഒഴുകിയത്രേ. അങ്ങനെ ആ ആൺകുട്ടികൾ എന്താക്കി ഈ കാര്യം അവരുടെ നാട്ടിൽ പോയി പറഞ്ഞു. അങ്ങനെ ആ നാട്ടുകാരെല്ലാരും അങ്ങോട്ട് വന്നു. പണ്ഡിതന്മാര് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തി. അങ്ങനെ ആ ആൺകുട്ടികൾ തേങ്ങ ഒടിച്ച ആ കല്ലിന്റെ സ്ഥാനത്ത് അവരൊരു ക്ഷേത്രം പണിതു. ആ ക്ഷേത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന കൊറ്റൻകുളങ്ങര ക്ഷേത്രം. ഇവിടെ ആൺകുട്ടികൾ വിളക്ക് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രം കണ്ടെത്താൻ കാരണം ആട്ടിടയന്മാരായിട്ടുള്ള ആൺകുട്ടികളാണല്ലോ. സോ ക്ഷേത്രം പണി തീർന്നപ്പോ ആദ്യമായി എല്ലാവരും ഇവരെ കൊണ്ട് തന്നെ വിളക്കെടുപ്പിച്ചു. അങ്ങനെ ആ ആചാരം തുടർന്ന് വരികയായിരുന്നു. പണ്ടൊക്കെ ചെറിയ ആൺകുട്ടികൾ മാത്രമായിരുന്നു പെൺവേഷം കെട്ടി വിളക്കെടുത്തിരുന്നത്. എന്നാൽ കാലക്രമേണ യുവാക്കളും സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കാൻ തുടങ്ങി. ഇങ്ങനെ വിളക്കെടുക്കുമ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന എന്താഗ്രഹവും ദേവി സാധിപ്പിച്ചു തരുമെന്നാണ് പറയപ്പെടുന്നത്. എല്ലാ വർഷവും മുടങ്ങാതെ വന്ന് ഇവിടെ വിളക്കെടുക്കുന്ന ഇഷ്ടംപോലെ ആണുങ്ങളുണ്ട്. ചില ആണുങ്ങളൊക്കെ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടാൽ ആ സൗന്ദര്യത്തിന് മുന്നിൽ പെണ്ണുങ്ങളെ വരെ തോറ്റുപോകും. അത്രക്കും അടിപൊളി ലുക്കിൽ സ്ത്രീവേഷം കെട്ടി വരുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിളക്കെടുക്കൽ ആചാരത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇവിടെ എന്താണ് പ്രശ്നം നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ എന്ന് പറയുമ്പോൾ ഇത് ഈ കൊല്ലം തുടങ്ങിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ. ട്രാൻസ്ജെൻഡേഴ്സ് ആണ് പ്രശ്നം. സ്ത്രീവേഷം കെട്ടിയ പുരുഷന്മാർക്കൊപ്പം ഇപ്പം കുറച്ച് കാലമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സും ഇവിടെ തൊഴാനും വിളക്കെടുക്കാനും വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. കഴിഞ്ഞ വർഷം നമ്മുടെ ജാസിക്കാക്ക് ഈ ക്ഷേത്രത്തിൽ വന്ന് ആകെ അലമ്പാക്കിയത് ആരും മറന്നു കാണില്ലെന്ന് വിചാരിക്കുന്നു. സംഭവം ജാസി വിളക്കെടുക്കാൻ വന്നതായിരുന്നില്ല. ജാസിയുടെ ഏതൊരു ഫ്രണ്ട് വിളക്കെടുക്കുന്നുണ്ടായിരുന്നു. അത് കാണാനും പിന്നെ അമ്പലത്തിൽ തൊഴാനും വേണ്ടിയായിരുന്നു ജാസിക്കാക്ക് വന്നിരുന്നത്. പക്ഷെ അമ്പലം കമ്മിറ്റിക്കാർ ജാസിയെ കൈയോടെ പൊക്കി. ഈ പെൺവേഷം കെട്ടിയ ആണുങ്ങൾക്കിടയിൽ ട്രാൻസ്ജെൻഡർ ഏതാണ് പെണ്ണ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ജാസി അവരെ കറക്റ്റ് പൊക്കി കേട്ടോ. അങ്ങനെ അന്ന് അമ്പലം കമ്മിറ്റിക്കാരും ജാസിയും തമ്മിൽ ചെറിയ കശപിശൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണയും സമാനമായ സംഭവം തന്നെയാണ് നടന്നത്. ഇതുപോലെ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് വിളക്കെടുക്കുന്ന അന്ന് ക്ഷേത്രത്തിലേക്ക് പോയി. കമ്മിറ്റിക്കാർ അവരെ പൊക്കി. അങ്ങനെ കമ്മിറ്റിക്കാരും ട്രാൻസ്ജെൻഡേഴ്സും തമ്മിൽ വാക്കേറ്റം ഒക്കെ ഉണ്ടായി. ഒന്ന് രണ്ട് വീഡിയോകൾ നമുക്ക് കണ്ടുനോക്കാം. ഒരു ദിവസം കൂടെ അമ്പലത്തിൽ നിന്റെ കുടുംബഭവനാണ്. ഇത് നിന്റെ കുടുംബഭവനാണ്. നിന്റെ കുടുംബഭവനാണ്. തൊഴാൻ പോകുന്നത് ഈ വേഷത്തിലാണ്. പിന്നെ ഞാൻ ഇപ്പൊ എന്റെ ഈ വേഷത്തിൽ വിളക്കെടുക്കണം ചോദിക്കാൻ എനിക്ക് വിളക്കില്ല. എനിക്ക് തൊഴണം അമ്പലത്തിൽ. എന്ത് കുഴപ്പം? എന്ത് എനിക്ക് അമ്പലത്തിൽ തൊഴണം? എനിക്ക് വിളക്കില്ലടാ. എനിക്ക് വിളക്കില്ല. എനിക്ക് തൊഴണം. എന്ത് കുഴപ്പം? എന്ത് നീ വിളക്കില്ലാത്ത തൊഴിലിക്കൂല ഇവിടെ? നീ ആരോടാ? നീ ദേവസ്വം ഇവിടെ അമ്പലത്തിൽ നീ ആണ്. നിന്റെ ദേവസ്വം പ്രസിഡന്റ് പുറത്തു പോ. കോച്ചിനാട് എന്ന് പറയുന്നത് എന്റെ വിളക്ക് എന്ത് തൊഴാണ്ട് കൂപ്പണം ചെയ് കുറച്ച് നേരം നിന്ന് ശരി പുറത്തു. ഓക്കെ, അപ്പൊ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ചോദിക്കുന്ന പ്രധാന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്തിനാണ് തടയുന്നത് എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ക്ഷേത്രത്തിൽ തൊഴാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല എന്നാണ് ഇവരുടെ വാദം. ശരിയാണ്, ക്ഷേത്രത്തിൽ ആർക്ക് വേണമെങ്കിലും തൊഴാം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അത് എന്ന് വേണമെങ്കിലും വന്ന് തൊഴാലോ. ഈ ചമയവിളക്ക് നടക്കുന്ന അതേ ദിവസം തന്നെ തൊഴാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോഴാണ് പ്രശ്നം. അതിലെന്താണ് പ്രശ്നം എന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു സ്ത്രീവേഷം കിട്ടിയ പുരുഷനെയും ട്രാൻസ്ജെൻഡറെയും തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് കമ്മിറ്റിക്കാർ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവിടെ ക്ഷേത്രത്തിൽ തൊഴാനാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും തൊഴാം. പക്ഷെ
പക്ഷെ ആചാരപ്രകാരം വിളക്കെടുക്കാനുള്ള അവകാശം പുരുഷന്മാർക്ക് മാത്രമാണ്. അതായത് സ്ത്രീവേഷം കെട്ടിയ പുരുഷന്മാർക്ക് മാത്രം. ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡർക്ക് അവിടെ വിളക്കെടുക്കാൻ പാടില്ല. കാരണം ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ പുരുഷൻ സ്ത്രീവേഷം കെട്ടിയത് മാത്രമല്ലല്ലോ, പലരും സർജറി ഒക്കെ ചെയ്ത് സ്ത്രീകളുടെ അവയവങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സോ ആചാരപ്രകാരം അവരവിടെ വിളക്കെടുക്കാൻ പാടില്ല. മുമ്പ് പലപ്പോഴും ഇതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് വന്ന് വിളക്കെടുത്തത് കൊണ്ടാണ് ഇത്തവണ അങ്ങനെ സംഭവിക്കരുത് എന്ന് കരുതി കമ്മിറ്റിക്കാർ അവരെ തടഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇനി ദീപ്തി കല്യാൺ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി ട്രാൻസ്ജെൻഡർ ചമയവിളക്കിന് പോയൊരു വീഡിയോ ഉണ്ട്, നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ഹലോ ഹായ് ഗായ്സ്. സോ അപ്പോൾ ഞാനുള്ളത് കൊല്ലം കൊറ്റംകുളങ്ങര ചമയവിളക്കിന് അമ്പലത്തിൽ വന്നതാണ്. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ റൂമൊക്കെ എടുത്ത് കുളിച്ചു ഫ്രഷായി അപ്പോൾ ഒന്ന് റെഡിയാവാം. യെസ്, മഞ്ഞ ഗ്രീൻ മെറൂൺ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഈ കോസ്റ്റ്യൂം എന്ന് പറയാനായിട്ട് നമ്മുടെ GV നയൻതാരയും കൂട്ടി തിരുനാൾ എന്ന് പറയുന്ന മൂവിയിലെ അതിലൊരു പഴയ സോറ് പച്ചമുളക് എന്ന് പറയുന്ന സോങ്ങിലെ ഒരു കോസ്റ്റ്യൂമാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഫ്രഷായി സിറമൊക്കെ ഇട്ട് ഗെറ്റ് റെഡി വിത്ത് മീ. സോ സെൽഫ് മേക്കപ്പാണ്, ഓൾമോസ്റ്റ് ഞാൻ സെൽഫ് മേക്കപ്പാണ് ചെയ്യാറുള്ളത്. അപ്പോൾ സീറോക്കെ ഇട്ടു, കുറച്ച് സുന്ദരിക്കാവാം. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന സംഭവമാണ് നമ്മൾ എവിടെ പോയാലും കുറച്ച് ഹൈലൈറ്റ് ആവുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അത് തന്നെയാണ് ഞാൻ ഈ മേക്കപ്പ് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഒന്ന് ഹൈലൈറ്റ് ആവാം എന്നുള്ള രീതിയിൽ നല്ല വൃത്തിയാക്കി സീറോക്കെ ഇട്ട്. യെസ്, ഓ മൈ ഗോഡ്, ഭയങ്കര കോൺഫിഡൻറ്റ് മിററിൽ നോക്കുമ്പോൾ. അങ്ങനെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് സുന്ദരി ആവണ്ടേ. എത്ര പേരെന്നറിയാം എന്നോട് വെയിറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നേ. സോ അവിടെ ചെന്നതിന് ശേഷം ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുത്തു, കുറേ പേര് സംസാരിച്ചു. എന്നെ ആരാധിക്കുന്ന അല്ലെങ്കിൽ എന്നെ എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടെന്നുള്ളത് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. കൊല്ലം ജില്ലയിൽ നിന്ന്, കൊല്ലം നിന്ന് മാത്രമല്ല കേട്ടോ, ഒത്തിരി പേര് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് വന്ന് സംസാരിച്ചു, കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ ഫസ്റ്റാണ് കൊല്ലം, ഇന്ന് ചമയവിളക്കിൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. യെസ്, അങ്ങനെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഇനി ഇച്ചിരി കോമ്പാക്ട് പൗഡർ ഇട്ട്, ഞാൻ അധികം മേക്കപ്പ് ഒന്നും ചെയ്തില്ല കേട്ടോ ഇന്ന് ഇപ്രാവശ്യം. യെസ്, കോമ്പാക്ട് പൗഡർ ഇട്ടു. പിന്നെ എനിക്ക് പറയാനുള്ളത് ചമയവിളക്കിനെ കുറിച്ചാണ്. കാരണം ഞാനിപ്പോൾ വന്നു, അമ്പലത്തിൽ വന്നു, വിളക്കെടുത്തു, ആൻഡ് അമ്മയെ കണ്ടു. പക്ഷെ ഇതിന് ഒരുപാട് വിവാദമാവും എന്നറിയാം. അപ്പം ചെന്നിഞ്ഞ് ഐഷാഡൊക്കെ ഇടാം വിവാദമാവും എന്നറിയാം. കാരണം ഞാനൊരു ട്രാൻസ് വുമൺ ആയതുകൊണ്ട് തന്നെ കൊല്ലം വന്ന് വിളക്കെടുക്കാൻ പാടില്ല എന്നുള്ളതും എനിക്കറിയാം. പുരുഷാംഗനമാരാണ് അവിടെ വിളക്കെടുപ്പ് എന്നുള്ളത്. കാരണം അവിടെ ഒത്തിരി സ്ത്രീകളും പുരുഷന്മാരും ട്രാൻസ്ജെൻഡേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നു. ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അമ്മയെ കാണണം, പ്രാർത്ഥിക്കണം, അമ്മയുടെ നടയിൽ ഒരു വിളക്ക് എണ്ണ ഒഴിച്ച് കത്തിച്ച് അവിടെ വെക്കുക എന്നുള്ളതായിരുന്നു. കേട്ടല്ലോ, ട്രാൻസ്ജെൻഡേഴ്സിന് വിളക്കെടുക്കാൻ പാടില്ല എന്ന് ദീപ്തി കല്യാണിക്ക് നല്ലോണം അറിയാം. സ്ത്രീവേഷം കിട്ടിയ പുരുഷന്മാർക്ക് മാത്രമേ വിളക്കെടുക്കാനുള്ള അവകാശമുള്ളൂ എന്നും ട്രാൻസ്ജെൻഡേഴ്സ് വിളക്കെടുത്താൽ അത് ക്ഷേത്രത്തിന് ആചാരത്തിന് എതിരാണെന്നും ഒക്കെ ദീപ്തിക്ക് നന്നായി അറിയാം. എന്നിട്ടും ദീപ്തി എന്ത് ചെയ്തു? ക്ഷേത്രത്തിൽ പോയി വിളക്കെടുത്തു. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. അപ്പൊ പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുമ്പോൾ കമ്മിറ്റിക്കാർ തടഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം ഇവർ അവിടെ പോയി ആചാരലംഘനമല്ല നടത്തുന്നത്. ക്ഷേത്രത്തിന്റെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആചാരങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളും കൂടിയാണ്. അതാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. സോ ഇങ്ങനെ പരസ്യമായ ആചാരലംഘനം നടക്കുന്നത് കാണുമ്പോൾ അവർ പ്രതികരിച്ചതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ട്രാൻസ്ജെൻഡേഴ്സിനെ തൊഴാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ദീപ്തിയെ പോലുള്ള ചില ട്രാൻസ്ജെൻഡേഴ്സ് അവിടെ പോയി ഒപ്പിക്കുന്ന പരിപാടി ഇതാണ്. അതുകൊണ്ട് കമ്മിറ്റിക്കാരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ദീപ്തിയെ പോലുള്ള ചില ട്രാൻസ്ജെൻഡേഴ്സ് തന്നെയാണ് ഇവിടെ പ്രശ്നം. ഇവര് തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് എങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നതിന് പിന്നിലുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇവരൊക്കെ എന്താണെന്നറിയോ, ഇങ്ങനെ വലിയ ഭക്തി ഉണ്ടായിട്ട് വരുന്നൊന്നല്ല. ഭക്തി കൊണ്ട് വരുന്നതെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസം വരാമല്ലോ. ഈ ചമയവിളക്ക് എടുക്കുന്ന ദിവസം തന്നെ നോക്കി വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലോണം മാറ്റി ഒരുങ്ങി ഇറങ്ങാനും റീൽ എടുക്കാനും വേണ്ടിയൊക്കെ തന്നെയാണെന്നുള്ളതാണ്. അതാണ് പ്രശ്നം. എന്തായാലും ട്രാൻസ്ജെൻഡേഴ്സ് അവിടെ നിൽക്കട്ടെ. വേറെ പല പ്രമുഖരും കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ ചമയവിളക്ക് എടുക്കാനും പരിപാടി കാണാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അല്ലല്ല, വിളക്കെടുക്കാൻ വന്നതല്ല, വിളക്കെടുക്കുന്നത് കാണാൻ വന്നതാ. പ്രാർത്ഥിച്ചായിരുന്നു, നേരത്തെ ഓൾറെഡി പ്രാർത്ഥിച്ചു. ആളെ മനസ്സിലായോ? ഇപ്പോഴത്തെ ഏറ്റവും വൈറൽ താരമാണ് ആ നിൽക്കുന്നത്. പേര് അശ്വിനി. പക്ഷെ ഈ പേര് കേട്ടാൽ ആർക്കും ആളെ മനസ്സിലാവില്ല. പർപ്പിൾ ഹാൻഡ് സയോൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആളെ മനസ്സിലാകത്തുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷനിലൂടെ മാത്രം മാസം 50 ലക്ഷം ഉണ്ടാക്കുന്ന ആളാണ് ആ നിൽക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് പർപ്പിൾ ചേച്ചിക്കാണ്. 15,000-ന് മുകളിലുണ്ട് ചേച്ചിക്കുള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. ചേച്ചിയിലൊക്കെ ടൈമാണ് മക്കളെ, ടൈം ഒന്നും പറയണ്ട. എന്തായാലും പർപ്പിൾ ചേച്ചി അവിടെ നിൽക്കട്ടെ. നമ്മുടെ പഴയകാല നടിയായിട്ടുള്ള അമ്പിളി ദേവി ആൺമക്കളെയും കൊണ്ട് ചമയവിളക്ക് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഒമാരാണ് ഇത്. മൂത്ത മോൻ അമർനാഥ്, ഇളയ മോൻ അർജുൻ. അർജുൻ ഏത് സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നത്? മൂത്ത മോൻ അമർനാഥ്. ഏത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു? 7th. എങ്ങനെയുണ്ട് ഇത്തവണ ആഘോഷങ്ങളും ഉത്സവങ്ങളൊക്കെ? നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണല്ലോ കൊറ്റംകുളങ്ങര അമ്പലവും ചമയവിളക്കും എന്ന് പറയുമ്പോൾ. അപ്പൊ
അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ കുഞ്ഞുങ്ങളെ മൂത്ത മോന് 1 വയസ്സ് തൊട്ട് എടുക്കുന്നുണ്ട് ചമയവിളക്ക്. ചെറിയ ആൾ ജനിച്ചത് കോവിഡ് ടൈമിലായതുകൊണ്ട് 2 വർഷം എടുത്തില്ല. അപ്പോൾ ബാക്കി എല്ലാ വർഷവും ദേവിയുടെ മുന്നിൽ നമ്മുടെ ഒരു നേർച്ചയാണല്ലോ, ഏറ്റവും വലിയൊരു നേർച്ചയാണ്. അപ്പോൾ മക്കളെ അവർക്ക് താല്പര്യമുള്ള കാലത്തോളം വിളക്കെടുപ്പിക്കണം. നമ്മുടെ നാടിന്റെ വിശ്വാസമാണ്, നമ്മുടെ വിശ്വാസമാണ്. എന്താണ് 1ാമത്തെ വയസ്സ് മുതൽ മൂത്ത ചെക്കനെ കൊണ്ട് വിളക്കെടുപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അമ്പിളിദേവി പറയുന്നത് അല്ലെ? ആ ചെക്കനൊന്ന് നോക്കി നിങ്ങൾ, പെൺവേഷം കെട്ടിപ്പോ എന്താ ഒരു ലുക്കില്ലേ? ആ അമ്പിളിദേവി പറഞ്ഞ ശ്രദ്ധിച്ചില്ല. അവർക്കൊക്കെ ഈ ചമയവിളക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ്, ഭയഭക്തിയോട് കൂടി ചെയ്യുന്ന കാര്യമാണ്. മക്കളൊക്കെ ഇത്രയും ചെറുപ്പം തൊട്ട് തന്നെ മുടങ്ങാതെ ഓരോ വർഷവും വിളക്കെടുപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഭക്തി ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ ഇങ്ങനെ ഇത്രയും ഭക്തിയോടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകൾക്കിടയിലേക്കാണ് ആചാരം തെറ്റിച്ചുകൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് കടന്നു വരുന്നത്. അത് പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പല ഭക്തന്മാരും 41 ദിവസം വ്രതം എടുത്തതിന് ശേഷമാണ് ചമയവിളക്ക് എടുക്കാൻ വരുന്നത് എന്നും കൂടി ഓർക്കണം. എന്തായാലും ട്രാൻസ്ജെൻഡേഴ്സ് ചമയവിളക്ക് എടുക്കാൻ പോയി കച്ചറ ഉണ്ടാക്കുന്നത് ഇപ്പൊ സ്ഥിരം സംഭവമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയെങ്കിലും ഈ കാര്യം ട്രാൻസ്ജെൻഡേഴ്സ് ശ്രദ്ധിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. സമൂഹം നിങ്ങളെ പതുക്കെ അംഗീകരിച്ച് വരികയാണ്. അതിനിടയിൽ നിങ്ങൾ ഇങ്ങനെ ഓരോന്നും ചെയ്ത് നിങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.